ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഗ്രീൻ പീസ് കറി ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. ഇത് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വേറെ പാത്രങ്ങളൊന്നും അധികം വേണ്ട, പക്ഷെ കുറച്ച് സമയമെടുക്കും കുക്കറിൽ തയ്യാറാക്കുമ്പോൾ. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ഗ്രീൻ പീസ് 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാം. ഞാൻ 6 മണിക്കൂറാണ് സോക്ക് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ 2 മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 4-5 പച്ചമുളക് എടുക്കാം. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 7-8 പച്ചമുളക് എടുക്കാം. അത് നമ്മുടെ എരിവനുസരിച്ച് എടുക്കാം. പിന്നെ 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കില്ല, അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കറിയിൽ ചേർക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെരിഞ്ജീരകം പൊടിച്ചത്. നമ്മുടെ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് പൊടിച്ചത്. ചൂടാക്കിയിട്ടൊന്നും പൊടിക്കേണ്ട, വെറുതെ മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കുക്കറിൽ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഗ്രീൻ പീസിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും. ഉപ്പിന് ആവശ്യം വരും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ പീസിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണോ അതിനനുസരിച്ച് അത്രയും വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. എൻ്റെ കയ്യിലുള്ള ഗ്രീൻ പീസ് 2 വിസിൽ വരുമ്പോൾ ഒരു 90% കുക്കായി കിട്ടും. നമുക്ക് ബാക്കിയുള്ളത് മസാലയൊക്കെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രീൻ പീസ് ഒരു 90% കുക്കായി വരുന്നത് വരെ, 90% കുക്കായാലും അതിലും കൂടുതൽ കുക്കായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഗ്രീൻ പീസ് ഒന്ന് പൊട്ടി വന്നോന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് കുക്കായാലും കുഴപ്പമില്ല. ഉടഞ്ഞു പോകരുത് ഗ്രീൻ പീസ്. ആ രീതിയിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ മസാലയുടെ പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ പെരിഞ്ജീരകം പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറാണ്. ഈ ജാറിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഒന്ന് ചെറിയ പീസുകളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുന്നുണ്ട്. ചെറിയ പച്ചമുളകാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായിട്ട് അരിഞ്ഞു കിട്ടണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എല്ലാം ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞിട്ടില്ല. അരയ്ക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളൂ. ഇത് മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവോളയിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. നമ്മളിപ്പോൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് സവോള വഴറ്റിയെടുക്കാം. സവോള വഴറ്റുമ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ, കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഈ സവോള ഒന്ന് കളർ മാറി വരുന്നത് വരെ വഴറ്റുക. ഇടയ്ക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാനുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കളർ മാറുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് മസാല ചേർക്കാം. അപ്പോൾ സവോളയുടെ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്ക് മസാല ചേർക്കണം. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ സവോളയൊന്നും ബ്രൗൺ ആയി തുടങ്ങട്ടെ. ലൈറ്റായിട്ടൊന്നും ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കറി ആക്കി കഴിയുമ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. മുളക് പൊടി ചേർക്കരുത്. ഇനി ഈ ഒരു
പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി അതിൻ്റെ എല്ലാ റോ സ്മെല്ല് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. നന്നായിട്ട് അതൊന്ന് കുക്കായി വരണം. ആദ്യമേ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അത് വേഗം കരിഞ്ഞു പോകും, ചതച്ചെടുത്തിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ സവോള വഴറ്റി പകുതിയാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ ഞാൻ തുറന്നു. ഗ്രീൻ പീസൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികൾ കുക്കായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. തക്കാളി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഈ മസാലകളൊക്കെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് നമ്മളൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യുക, ഒരുപാട് വെള്ളം ചേർക്കരുത്. ചെറിയൊരളവിൽ ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ ചേർക്കുക. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് കുക്കായി വരുമ്പോൾ വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി മസാലകളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഈ മസാലകളൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വേണം നമുക്കിത് നമ്മുടെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഗ്രീൻ പീസിലേക്ക് ഈ മസാലകളെല്ലാം ചേർത്തിട്ട് വേണം ഇനി ഗ്രീൻ പീസ് ഒന്നുകൂടി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രീൻ പീസ് ഒരു 90% നമ്മൾ കുക്ക് ചെയ്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഓവർ കുക്കായി പോകണ്ട. ഗ്രീൻ പീസ് നമ്മൾ കറിക്ക് കുക്ക് ചെയ്യുന്ന അത്രയും കുക്കാവണമെന്നില്ല. കുക്കായി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസ് ഞാൻ തുറന്നിട്ടുണ്ട്, ഇവിടെ വയ്ക്കാം. ഗ്രീൻ പീസ് ഇതുപോലെ ഒന്ന് വിട്ട് ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല. നമ്മൾ ഇതുപോലെ എടുത്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ വിട്ട് ഒന്നിങ്ങനെ അമർന്ന് വരുന്നുണ്ട്. വിട്ട് വരെയല്ല, പ്രസ് ആവുന്നുണ്ട്. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു വരുന്നില്ല. ആ ഒരു പാകത്തിലാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് കംപ്ലീറ്റ് മസാലയും പോകുന്നു. നമ്മൾ വെള്ളം ചേർക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കംപ്ലീറ്റ് മസാലയും നമുക്ക് പാനിൽ നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രീൻ പീസിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. ചൂടുവെള്ളം ചേർത്തിട്ട് മാത്രം കുക്കർ അടയ്ക്കുക. ഇനിയിപ്പോൾ ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണ്. ഞാൻ വെള്ളം ചേർക്കുന്നില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്. 1 വിസിൽ വരുന്നത് വരെ വീണ്ടും നമുക്ക് കുക്കർ അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാലയിൽ ഉപ്പുള്ളതാണ്, അതുപോലെ തന്നെ ഗ്രീൻ പീസിൽ ഉപ്പുള്ളതാണ്. 1 വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. 1 വിസിൽ വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് വീണ്ടും തുറക്കാം. ഗ്രീൻ പീസൊക്കെ കറക്റ്റായിട്ട് കുക്കായി, മസാലയൊക്കെ കറക്റ്റായിട്ട് കുക്കായി, ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം പൊടിച്ചതുണ്ടല്ലോ, ഈ തേങ്ങാപ്പാലിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നിറയെ ചേർക്കുക. അതിനുശേഷം തേങ്ങാപ്പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പെരിഞ്ജീരകം. ഈ ഒരു സ്റ്റേജ് ഈ ഒരു കറിയിൽ നിർബന്ധമാണ്. അപ്പോഴാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറി ആവുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾക്ക് തിളച്ച വെള്ളം ചേർത്ത് ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ ഗ്രേവി ആക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, വല്ലാതെ തിളപ്പിക്കുന്നില്ല. തേങ്ങാപ്പാലിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് ഇളക്കിയിട്ട് ആ തേങ്ങാപ്പാലൊന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒന്ന് ചൂടാവണം തേങ്ങാപ്പാൽ, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ചൂടാവണ്ട, തിളക്കരുത്. ഒന്ന് ആവി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള, അതുപോലെ തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതുപോലെ തന്നെ പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് ആവി വന്നു തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണും കൂടി നമ്മുടെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുള്ളത്. ഈ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇളം ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരുപാട് ചൂടുണ്ടാവില്ല കറിക്ക്, നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഗ്രീൻ പീസിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ പീസ് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മസാലകളൊക്കെ ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തതുകൊണ്ട് നന്നായിട്ട് ആ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ കറക്റ്റ് കളറ്. കുക്കറിൽ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് കളർ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബൗളിലേക്ക് പകർത്തി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.